അമ്മയുടെ പ്രസിഡന്റ് മോഹൻലാലിന് പ്രതികരണശേഷി നഷ്ടപ്പെട്ടു എന്ന് നടൻ ഷമ്മി തിലകൻ. ഉപ്പു തിന്നവൻ വെള്ളം കുടിക്കണം, ഉടയേണ്ട വിഗ്രഹങ്ങൾ ഉടയുക തന്നെ വേണം, ഇല്ലെങ്കിൽ ഉടയ്ക്കണമെന്നും ഷമ്മി തിലകൻ പറയുന്നു. തിലകനെ മാറ്റി നിർത്താൻ മുൻകൈയെടുത്തവരിൽ ഒരാളായിരുന്നു സിദ്ദിഖ്. തിലകന്റെ ശാപമുണ്ട് എന്ന് സിദ്ദിഖ് അടക്കം പറഞ്ഞിട്ടുണ്ട്. അച്ഛന്റെ ആത്മാവ് ഇവിടെ തന്നെയുണ്ട്, അദ്ദേഹം അനുഭവിച്ചതും ഇവിടെയുണ്ട്. ഈ ചുഴലിക്കാറ്റ് ഇങ്ങനെ പലരെയും എടുത്തുകൊണ്ടു പോകുമെന്നും ഷമ്മി തിലകൻ പറഞ്ഞു. അമ്മ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്നും സിദ്ദിഖ് രാജിവെച്ചതിന് തൊട്ടു പിന്നാലെയായിരുന്നു ഷമ്മി തിലകന്റെ ഈ പ്രതികരണം. മോഹൻലാലിനെതിരായ ഒരു ഒളിയമ്പ് കൂടി ഈ പ്രതികരണത്തിലൂടെ ഷമ്മി എഴുതുവിട്ടിട്ടുണ്ട്. മോഹൻലാൽ ഇതുവരെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ച് ഒരക്ഷരം പ്രതികരിച്ചിട്ടില്ല. സിദ്ദിഖ് തന്റെ രാജിക്കത്ത് അമ്മ പ്രസിഡന്റ് മോഹൻലാലിനാണ് കൈമാറിയത്. എന്നിട്ടും എനിക്കെതിരെ വന്നുകൊണ്ടിരിക്കുന്ന ആരോപണങ്ങൾ താങ്കളുടെ ശ്രദ്ധയിൽ പെട്ടിരിക്കുമല്ലോ. ഈ സാഹചര്യത്തിൽ അമ്മയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്നും ഞാൻ സ്വമേധയാ രാജിവെക്കുന്നതായി താങ്കളെ അറിയിച്ചു കൊള്ളട്ടെ എന്നാണ് രാജിക്കത്തിലെ പരാമർശം. സിദ്ദിഖിനെതിരെ ഗുരുതര ആരോപണങ്ങളാണ് നടി രേവതി സമ്പത്ത് കഴിഞ്ഞ ദിവസം ചാനലുകളിലൂടെ നടത്തിയിരുന്നത്. നേരത്തെ മലയാളത്തിലെ പ്രമുഖ നടി കാറിൽ കൊട്ടേഷൻ ബലാത്സംഗത്തിനിരയായ കാലത്ത് സിനിമാ രംഗത്ത് നടക്കുന്ന സ്ത്രീവിരുദ്ധ പ്രവണതകൾ ചർച്ചാ വിഷയമായിരുന്നപ്പോൾ രേവതി സിദ്ദിഖിനെതിരെ ഇതേ ആരോപണം ഉന്നയിച്ചിരുന്നതാണ്. പക്ഷെ അന്നൊന്നും മീഡിയകൾ ഇത് ഏറ്റെടുത്തില്ല. അതുകൊണ്ട് തന്നെ പിന്നീട് അത് പൊതു ഇടങ്ങളിൽ ചർച്ചാ വിഷയവുമായില്ല. രേവതി സമ്പത്തും നിശബ്ദയായി. ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരികയും ബംഗാളി നടി ശ്രീലേഖ മിത്ര സംവിധായകൻ രഞ്ജിത്തിനെ പേരെടുത്തു പറഞ്ഞുകൊണ്ട് ആരോപണം ഉന്നയിക്കുകയും ചെയ്തതിന് പിന്നാലെയാണ് രേവതി സമ്പത്ത് വീണ്ടും സിദ്ദിഖിന്റെ പീഡനങ്ങളെക്കുറിച്ചുള്ള മുൻ അനുഭവം ചാനലുകളിൽ വിവരിച്ചത്. അതോടെ ചാനലുകളെല്ലാം ഇത് ഏറ്റുപിടിച്ചതോടെയായിരുന്നു സിദ്ദിഖിന് അമ്മ ഭാരവാഹിത്വം രാജിവെക്കേണ്ടി വന്നത്. സിനിമ ചർച്ച ചെയ്യാമെന്ന് പറഞ്ഞ് ഹോട്ടലിലേക്ക് തന്നെ വിളിച്ചു വരുത്തി പീഡിപ്പിക്കുകയായിരുന്നു എന്നാണ് രേവതി സമ്പത്ത് പറഞ്ഞിരുന്നത്. ആ സമയത്ത് തനിക്ക് 20-21 വയസ്സായിരുന്നു പ്രായം. തന്നെ ട്രാപ്പിലാക്കിയാണ് ഉപദ്രവിച്ചത് എന്നും മാധ്യമങ്ങളോട് രേവതി പറയുകയുണ്ടായി. +2 കഴിഞ്ഞു നിൽക്കുന്ന സമയത്താണ് സോഷ്യൽ മീഡിയ വഴി സിദ്ദിഖ് ബന്ധപ്പെടുന്നത്. ഫേക്ക് ആയിട്ട് തോന്നുന്ന ഒരു അക്കൗണ്ടിലൂടെയായിരുന്നു മെസ്സേജ് അയച്ചിരുന്നത്. എന്റെ സുഹൃത്തുക്കൾക്കടക്കം പലർക്കും ആ അക്കൗണ്ട് വഴി സിദ്ദിഖ് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അവരൊന്നും പുറത്തു പറഞ്ഞിട്ടില്ല. ഒരു സിനിമയുടെ ചർച്ചയ്ക്ക് വേണ്ടിയാണ് എന്നെ വിളിച്ചു വരുത്തിയത്. സുഖമായിരിക്കട്ടെ എന്ന ഒരു സിനിമയുടെ പ്രിവ്യൂവും അന്നുണ്ടായിരുന്നു. ആ സിനിമ കണ്ടതിന് ശേഷം മസ്കറ്റ് ഹോട്ടലിൽ വെച്ച് സിനിമ ചർച്ച ചെയ്യാം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അവിടെ പോകുന്നത്. 20-21 വയസ്സായിരുന്നു എനിക്ക്. എല്ലാവരെയും വിളിക്കുന്നത് പോലെ മോളെ എന്നാണ് എന്നെ വിളിച്ചിരുന്നത്. അപ്പോഴൊന്നും എന്നെ ഇതിനു വേണ്ടി വിളിച്ചു വരുത്തിയതാണ് എന്ന് ഞാൻ കരുതിയിരുന്നില്ല. അങ്ങനെ ഒരു സിനിമ പോലും ഉണ്ടായിരുന്നില്ല. അതൊരു ട്രാപ്പായിരുന്നു. ഇന്ന് അയാൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതെല്ലാം പച്ചക്കള്ളമാണ്. ഞാൻ ഉൾപ്പെടെയുള്ള ഇരകളോട് വളരെ മോശമായാണ് അയാൾ പെരുമാറിയത്. അയാൾ എന്നെ ലൈംഗികമായി പീഡിപ്പിക്കുകയായിരുന്നു. എന്റെ സമ്മതമില്ലാതെ എന്നെ ഉപദ്രവിക്കുകയും ട്രാപ്പിലാക്കുകയും ചെയ്തു. ഇപ്പോൾ കാണുന്ന അയാളുടെ മുഖം എന്ന് പറയുന്നത് തീർത്തും അസംബന്ധമാണ്. അയാൾ നമ്പർ 1 ക്രിമിനലാണ്, രേവതി സമ്പത്ത് പറയുന്നു. എനിക്ക് അത്രത്തോളം വേദന തന്നു. അതിന് ഞാൻ കൊടുക്കേണ്ടി വന്നത് എന്റെ സ്വപ്നവും സമയവുമാണ്. വളരെയധികം മാനസിക ബുദ്ധിമുട്ടുകളിലൂടെ എനിക്ക് കടന്നു പോകേണ്ടി വന്നു. ഇപ്പോഴും ഞാൻ അതിൽ നിന്നും മോചിതയായിട്ടില്ല. മറ്റാർക്കും ഇതൊന്നും സംഭവിക്കരുത്. എവിടെ നിന്നും എനിക്ക് നീതി കിട്ടിയിട്ടില്ല. എന്റെ മാതാപിതാക്കളല്ലാതെ മറ്റാരും എനിക്കൊപ്പം ഉണ്ടായിരുന്നുമില്ല, രേവതി പറയുകയുണ്ടായി. ന്യൂസ് ഡെസ്ക്, കലാകൗമുദി.